കേരളത്തിലെ മുന്നേറ്റങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്കത് ജസ്റ്റ് നോക്കാം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ആരംഭിച്ച വർഷം 1924 മാർച്ച് 30. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ഇത് ആരംഭിച്ച വ്യക്തികൾ, ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. പുലയ, ഈഴവ, നായർ സമുദായങ്ങൾ ആണ് ആരംഭിച്ച വ്യക്തികൾ. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. അപ്പോൾ ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കളാണ് TK മാധവനും KP കേശവമേനോനും. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവനും KP കേശവമേനോനുമാണ്. ആരംഭിച്ച വ്യക്തികൾ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. ഇനി വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റ് നേതാക്കളാണ് CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപിള്ള. ഇവരൊക്കെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മറ്റ് നേതാക്കളാണ്. അപ്പോൾ പ്രധാന നേതാക്കൾ TK മാധവനും KP കേശവമേനോനുമാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 30. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ്. ആരംഭിച്ച വ്യക്തികൾ, വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാക്കൾ TK മാധവൻ, KP കേശവമേനോൻ. മറ്റ് നേതാക്കൾ CV കുഞ്ഞിരാമൻ, K കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, കുരൂർ നീലകണ്ഠപിള്ളയൊക്കെയാണ് മറ്റു നേതാക്കൾ. വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധൻ, കോട്ടുകോയിക്കൽ വേലായുധൻ. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹ ആശ്രമമായിട്ട് ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിൻ്റെ മഠമാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരാണ് സ്വാമി സത്യവർദ്ധനും കോട്ടുകോയിക്കൽ വേലായുധനും. വൈക്കം സത്യാഗ്രഹം തുടങ്ങുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളായിരുന്നു. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് റാണി സേതു ലക്ഷ്മിബായിയാണ്. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ, അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം അവസാനിച്ച വർഷം 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. ആരംഭിച്ചത് 1924 മാർച്ച് 30. അപ്പോൾ കാലയളവ് 603 ദിവസമായിരുന്നു വൈക്കം സത്യാഗ്രഹം.
വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23. കാലയളവ്, വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാലയളവ് 603 ദിവസമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിജയത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ച ദേശീയ നേതാവാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജിയുടെ പ്രേരണയാൽ വൈക്കം സത്യാഗ്രഹ ക്യാമ്പ് സന്ദർശിച്ചത് ആചാര്യ വിനോബ ഭാവെയാണ്. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കളാണ് ഗാന്ധിജിയും വി രാമസ്വാമി നായ്ക്കറും. വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ച ദേശീയ നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗാന്ധിജിയും വി രാമസ്വാമി നായ്ക്കറുമാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1925. അപ്പോൾ 1925 ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ചിട്ടാണ് 1925 ഗാന്ധിജി കേരളം സന്ദർശിക്കുന്നത്. 1925 മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നത് റാണി സേതു ലക്ഷ്മിബായിയാണ്. 1925 മഹാത്മാഗാന്ധി തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ഭരണാധികാരിയായിരുന്നത് ആരാണ്? റാണി സേതു ലക്ഷ്മിബായി. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഗാന്ധിജി രണ്ടാമതായിട്ട് കേരളം സന്ദർശിച്ച വർഷം 1925. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിക്കുമ്പോൾ റാണി സേതു ലക്ഷ്മിബായി ആയിരുന്നു. നെക്സ്റ്റ്, വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നത് വി രാമസ്വാമി നായ്ക്കറാണ്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് വി രാമസ്വാമി നായ്ക്കറാണ്. മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ചത് വി രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് പെരിയോർ, വൈക്കം ഹീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വി രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? വൈക്കത്ത്. അപ്പോൾ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് വി രാമസ്വാമി നായ്ക്കറാണ്. വൈക്കം വീരർ എന്നറിയപ്പെടുന്നതും വി രാമസ്വാമി നായ്ക്കറാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വൈക്കത്താണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച പഞ്ചാബിൽ നിന്ന് എത്തിയവരാണ് അകാലികൾ. അകാലികളുടെ നേതാവ് ലാൽ സിംഗ് ആണ്. വൈക്കം സത്യാഗ്രഹത്തിന് സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയവരാണ് അകാലികൾ. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല തുറന്ന് സഹായം നൽകിയത് അകാലികളാണ്. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്നത് ടി രാഘവയ്യാണ്. വൈക്കം സത്യാഗ്രഹ കാലത്ത് തിരുവിതാംകൂർ ദിവാനായിരുന്നത് ടി രാഘവയ്യ ആണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് 1925 നവംബർ 23. 1925 നവംബർ 23 തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1928. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുത്തത് 1928. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് ആരാണ്? പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന നേതാവ് കെ കേളപ്പനാണ്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരാണ്. നെക്സ്റ്റ്, ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി നടത്തിയ യാത്രയാണ് യാചനയാത്ര. തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെയായിരുന്നു യാചനയാത്ര സംഘടിപ്പിച്ചത്, നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാടാണ്. ഏകദേശം 7 ദിവസം വരെ ആയിരുന്നു യാത്ര. 1931 യാചനയാത്ര.
അപ്പോൾ ദരിദ്ര വിദ്യാർത്ഥികളുടെ പഠന സഹായത്തിനുള്ള ഫണ്ട് സമാഹരിക്കുന്നതിന് വേണ്ടി VT ഭട്ടതിരിപ്പാട് 1931 തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ വരെ നടത്തിയ യാത്രയാണ് യാചനയാത്ര. നെക്സ്റ്റ്, നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് C. കേശവനാണ്. നെക്സ്റ്റ്, ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് I.C. ചാക്കോയാണ്. ട്രാവൻകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപം കൊള്ളാൻ കാരണമായ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭമാണ്. നിവർത്തന എന്ന വാക്ക് നിർദ്ദേശിച്ചത് I.C. ചാക്കോയാണ്. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാണ്? 1931 നവംബർ 1 ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫാക്റ്റ് ഉണ്ട്, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ വർഷം ഓർക്കുക, ആരംഭിച്ചത് 1931 നവംബർ 1 ക്ഷേത്രപ്രവേശത്തിനും ഐത്തത്തിനുമെതിരെ നടന്ന സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ KPCC ആണ്, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി. KPCCയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം വടകര സമ്മേളനമാണ്. KPCCയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനം ഏത്? വടകര സമ്മേളനമാണ്. 1931 മെയ്യിലായിരുന്നു വടകര സമ്മേളനം. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് J.M. ഗുപ്തയാണ്. വടകര സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് J.M. ഗുപ്തയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് ആരാണ്? ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് K. കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? വോളണ്ടിയർ ക്യാപ്റ്റൻ ചോദിച്ചാൽ A.K. ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് K. കേളപ്പൻ. വർഷം 1932 സെപ്റ്റംബർ 21 ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് K. കേളപ്പൻ നിരാഹാരം അവസാനിപ്പിച്ചത്. വർഷം 1932 ഒക്ടോബർ 2. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ, സെക്രട്ടറി K. കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് K. കേളപ്പൻ. ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. ഇങ്ങനെ വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാടാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P. കൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് മണിമുഴക്കിയ ആദ്യത്തെ അബ്രാഹ്മണനാണ് P. കൃഷ്ണപിള്ള. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്, താഴെ തന്നിരിക്കുന്നവയിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആര്? താഴെ തന്നിരിക്കുന്നവരിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആര്? ഓപ്ഷൻസ് ആര്യ പള്ളം, ES സരസ്വതി, പ്രിയ ദത്ത, പാർവതി നേര്യമംഗലം. നമ്മുടെ ആൻസർ ആര്യ പള്ളം. ഇതിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത് ആര്യ പള്ളമാണ്. നെക്സ്റ്റ്, ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. അപ്പോൾ ആര്യ പള്ളമാണ് തന്നിരിക്കുന്നതിൽ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തത്. ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിക്കാൻ കാരണമായ KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകരയാണ്. ഈ ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. KPCCയുടെ സമ്മേളനം നടന്ന സ്ഥലം വടകര. അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കളാണ് ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. അപ്പോൾ നമ്മൾ വൈക്കം സത്യാഗ്രഹം അതുപോലെ ഗുരുവായൂർ സത്യാഗ്രഹം വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആരംഭിച്ചത് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത് 1931
നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആരംഭിച്ചത്. 1931 നവംബർ 1-നാണ്. നേതൃത്വം നൽകിയ പ്രസ്ഥാനം, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രസ്ഥാനം KPCC ആണ്. KPCCയുടെ ഗുരുവായൂർ സത്യാഗ്രഹ പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് വടകര സമ്മേളനം. 1931 മെയ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് K കേളപ്പനും പ്രസിഡന്റ് മന്നത്ത് പത്മനാഭനും സെക്രട്ടറി K കേളപ്പനുമാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം അനുഷ്ഠിച്ച വ്യക്തിയാണ് K കേളപ്പൻ. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് നിരാഹാരം അവസാനിപ്പിച്ചത്. വർഷം 1932 ഒക്ടോബർ 2. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ക്ഷേത്രപ്രവേശന ക്യാമ്പയിൻ്റെ ക്യാപ്റ്റൻ ആയിരുന്ന സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് സുബ്രഹ്മണ്യൻ തിരുമുമ്പാണ്. അങ്ങനെ വിശേഷിപ്പിച്ചത് EMS നമ്പൂതിരിപ്പാട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ മണിമുഴക്കിയ ആദ്യ അബ്രാഹ്മണനാണ് P കൃഷ്ണപിള്ള. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, താങ്ക് യു.